അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഫിഷ് ടാങ്കിലേക്ക് ഇതുപോലെ ഒരു പി വി സിയുടെ ഫ്രെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് പി വി സി പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് ഈ ഒരു ഫ്രെയിം രൂപത്തിലാക്കിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഫിഷ് ടാങ്കിൽ ഇട്ട് കഴിയുന്ന സമയത്ത് ഇതിനകത്ത് എയർ ഉള്ളത് കൊണ്ട് ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. എന്നിട്ട് ഈ രണ്ട് സെക്ഷനിലേക്കും നമ്മൾ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ സാൽവീനിയ ഉണ്ട്, അതുപോലെ തന്നെ അസോളയും ഉണ്ട്. അപ്പോൾ രണ്ട് സെക്ഷനിലായിട്ട് ഇടാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പി വി സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് അഡീഷണൽ പി വി സി നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ രണ്ടാമതൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസാണ്. ഇതാണ് നമ്മൾ ടാങ്കിനകത്ത് ഫ്ലോട്ട് ചെയ്ത് ഇടാനായിട്ട് പോണത്. മറ്റേത് നമ്മൾ എക്സ്ട്രാ പീസുകൾ ജോയിൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ വേറെ ഏതെങ്കിലും ടാങ്കിൽ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതുകൊണ്ട് ഈ ഒരു ടാങ്കിൽ വേറൊരു ഉപയോഗമുണ്ട്. അത് നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. ടാങ്കിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയാം. നമ്മൾ വാങ്ങിയിട്ടുള്ളത് വയറിങ്ങിൻ്റെ പി വി സി ആണ്. 25 mm നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ 4 L ജോയിൻറ്റുകളും പിന്നെ 2 T ജോയിൻറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ നമുക്കൊരു ഡിവിഷൻ വേണ്ടതുകൊണ്ടാണ് ഒരു T ജോയിൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഡിവിഷൻ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു സ്ക്വയർ പീസ് ആ ഒരു രീതിയിലും ഉണ്ടാക്കാം. നമ്മൾ 2 പ്ലാന്റ് ഇടാനായിട്ട് പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2 സെക്ഷനായിട്ട് ചെയ്തത്. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യാം. സ്റ്റാർ ബോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്ലൂ ഉണ്ട്. അത് ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ ചെന്നാലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഊരി എടുക്കാനായിട്ട് സാധിക്കില്ല. ഭാവിയിൽ ഊരി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വെറുതെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് പുഷ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് കിടന്നോളും. പിന്നെ ഒരു തരി വെള്ളം അതിനകത്തേക്ക് കിടക്കില്ല, ഫ്ലോട്ട് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് കിടന്നോളും. പക്ഷേ നമ്മൾ ഗ്ലൂ ഉപയോഗിക്കാതെയാണ് ഇത് യൂസ് ചെയ്ത് ജോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് തട്ടുമുട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് വരികയാണെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കില്ല. നമ്മൾ ഇതിനകത്ത് ഗ്ലൂ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഭാവിയിൽ നമുക്ക് ഇത് ഊരി വേറെ സെറ്റപ്പിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യാതെ ജസ്റ്റ് ടൈറ്റായിട്ട് ജോയിൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ആ ഒരു ഫ്രെയിമാണ് നമ്മൾ കണ്ടില്ല ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രെയിം. ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയത്. ഇതല്ല നമ്മൾ നേരത്തെ കാണിച്ചത്. അത് ചെറിയൊരു ഫ്രെയിം നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലോട്ട് ചെയ്ത് ഇടാനായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ബാക്കി വന്ന പീസുകൾ കൊണ്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ കുറച്ച് വലിയ സൈസുള്ള ഫ്രെയിമാണ് ഇപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ സെൻറ്ററിൽ കാണുന്നത്. അത് ഈ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇടുന്ന സമയത്ത് നെറ്റ് സെൻറ്റർ ഭാഗത്ത് കുഴിഞ്ഞ വെള്ളത്തിൽ മുട്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വലിച്ച് വെക്കാൻ നോക്കിയിട്ടും സെൻറ്റർ ഭാഗത്ത് കുഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എന്തെങ്കിലും ഇലകളൊക്കെ വന്ന് വീഴുന്ന സമയത്ത് സെൻറ്റർ കുഴിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വെള്ളത്തിൽ മുട്ടി നിൽക്കും. പ്രത്യേകിച്ച് അസോളയൊക്കെ കിടക്കുന്ന വെള്ളമാകുമ്പോൾ നെറ്റ് അതിൽ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസോളയൊക്കെ ഈ വലയിൽ പറ്റിപ്പിടിച്ച് ആകെ വൃത്തികേടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നെറ്റ് വിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സെൻറ്ററിൽ യാതൊരു വിധത്തിലുള്ള ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല ഫ്ലാറ്റായിട്ട് തന്നെ നമുക്ക് നെറ്റ് വിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിക്കാണ് നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഫ്രെയിം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഡിവിഷൻ വരുന്നത് കൊണ്ട് നെറ്റ് വിരിക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്ത് നല്ല സപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിനകത്ത് വെള്ളം നിറച്ച് ഇതുപോലെ ചെടികൾ ആഡ് ചെയ്തിട്ട് ഏകദേശം 3-4 ദിവസം ആയിട്ടുണ്ട്. പുതിയ ടാങ്കിൽ വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് മിനിമം ഒരു 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 6 ദിവസമെങ്കിലും ഇതുപോലെ വെള്ളം നിറച്ച് ഇടുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്തേക്ക് നമ്മൾ പഴയ ടാങ്കിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് വരാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് ഫുഡായിട്ട് നമ്മൾ ഫിഷ് ഫുഡ് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ 3-4 ദിവസം ആയിട്ടുണ്ട്. പ്ലാന്റ്സ് നമുക്ക് അപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സാൽവീനിയ പ്ലാന്റും അസോളയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. 3-4 ദിവസമായിട്ടും യാതൊരു ഇഷ്യൂവും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫിഷ് ഫുഡ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ചെടികൾക്ക് യാതൊരു ഇഷ്യൂവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എന്താ പറയുക യൂസ്ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എയറേഷനുള്ള കണക്ഷൻ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് കപ്പ് ഉപയോഗിച്ച് വെള്ളം കുത്തി ഒഴിച്ച് മിക്സ് ചെയ്ത് എയറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ എയറേഷൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ ടാങ്കിനകത്ത് ഫ്ലോട്ട് ചെയ്ത് ഇടാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ സൈസിലുള്ള ആ ഒരു പി വി സി ഫ്രെയിം. ഇത് ഈ ടാങ്കിനകത്ത് കറക്റ്റ് കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അളവെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫ്രെയിം ഇടുന്നതും ഈ ഒരു ഫ്രെയിമിനകത്തേക്ക് ഈ ചെടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് 2 സെക്ഷനിലേക്ക് ഇടുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. മീനിനെ നമ്മൾ ഇപ്പോഴും ഇടുന്നില്ല. മീനിനെ ഇടുന്നത് നമ്മളൊരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനിനെ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫ്ലോട്ടേഴ്സ്, അതായത് പി വി സി ഫ്ലോട്ടേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചെടികൾ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വളർത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള പി വി സി ഫ്ലോട്ടേഴ്സിനെ സാധാരണ വിളിക്കാറുള്ളത് ഫ്ലോട്ടിംഗ് പി വി സി ഫ്രെയിം, ഫ്ലോട്ടിംഗ് പ്ലാന്റ് ഹോൾഡർ,
അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പ്ലാന്റ് ഫ്രെയിം എന്നീ പേരുകളിലൊക്കെയാണ്. ഫിഷ് ടാങ്കിൽ വളർത്തുന്ന ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ജലസസ്യങ്ങളെ കൺട്രോൾ ചെയ്ത് ഒരു സ്പേസിനകത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലോട്ടേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ടാങ്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 50% ഏരിയ ഈ ഒരു ഫ്രെയിം വെച്ച് ചെടികൾ വെച്ച് കവർ ചെയ്യാനാണ്. പകുതി ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സൺലൈറ്റ് ഒക്കെ അടിക്കുക, വെള്ളത്തിലേക്ക് ഡയറക്റ്റ് അടിക്കുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് കണ്ടില്ലേ, സാൽവീനിയ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അസോള എന്ന് പറഞ്ഞ ചെടിയും കിടക്കുന്നുണ്ട്. ഇത് മൊത്തം ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ വളർന്ന് വലുതായി മൊത്തത്തിൽ കവറാവാൻ തുടങ്ങും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ടാങ്കിനകത്ത് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ചെടികൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അസോള ഒരു ബക്കറ്റിലും അതുപോലെ തന്നെ സാൽവീനിയ വേറൊരു ബക്കറ്റിലുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 2 ബക്കറ്റിലാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കി 2 പ്ലാന്റ്സും ഇട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനുശേഷം നമ്മൾ ടാങ്കിനകത്ത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നമ്മുടെ പഴയ മീൻ കിടക്കുന്ന ഫിഷ് ടാങ്കിൻ്റെ 2 ബക്കറ്റ് വെള്ളം ടാങ്കിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയാസും നൈട്രജൻ സൈക്കിളൊക്കെ ബൂസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ബെനിഫിഷ്യൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഫിഷ് ഫുഡ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭക്ഷണമായിട്ട് യൂസ് ചെയ്തിട്ടാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഫിഷ് ടാങ്കിലെ വെള്ളം കണ്ടീഷൻ ചെയ്തതിന് ശേഷം മീനിനെ ഇറക്കി വിടുന്നതാണ് നല്ലത്. മിനിമം ഒരു 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 6 ദിവസം വരെ ഇങ്ങനെ ചെയ്തിട്ട് മീനുകളെ ഇറക്കി വിടുക. ഈ സമയത്ത് എയറേറ്റർ കണക്ട് ചെയ്ത് എയറേഷൻ ഒരു 2-3 മണിക്കൂറൊക്കെ ഓൺ ചെയ്തിടുന്നത് നല്ലതാണ്. നമ്മൾ കണക്ഷൻ എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് കപ്പ് ഉപയോഗിച്ച് കോരി നമ്മൾ കുത്തി ഒഴിച്ചാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിലേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫിഷ് ഫുഡ് കലക്കി ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ നെറ്റ് ഉപയോഗിച്ച് കോരി കളഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഫിഷ് ഫുഡിൻ്റെ കണ്ടൻറ്റൊക്കെ ഇതിനകത്ത് വെള്ളത്തിനകത്ത് നല്ല രീതിയിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മീൻ കെടുക്കുന്ന നമ്മുടെ വേറൊരു മെയിൻ ടാങ്കിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഒരു കളറ് ഈ ഒരു വെള്ളത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ച സമയത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് വെള്ളം കണ്ടീഷനായിട്ട് വരുന്നുണ്ട്. ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബ്രൗൺ കളർ ഫോം ചെയ്ത് വരുന്നത് കണ്ടില്ലേ, അതൊക്കെ വെള്ളം കണ്ടീഷൻ ആകുന്നതിൻ്റെ ഭാഗമാണ്. ഇനി ഒരു 3 ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഓക്കെയാണ്. അതിന് ശേഷമാണ് ശരിക്കും മീനിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു സമയത്ത് ഈ ഒരു PVC ഫ്ലോട്ടർ ഇട്ട് പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മുൻപേ പ്ലാന്റ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫ്രെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മീനിനെ ഇറക്കി വിടുന്ന ആ ഒരു സെയിം ഡേ തന്നെ ഇതൊക്കെ ചെയ്താൽ മതി. കാരണം മീനിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിനകത്ത് നൈട്രേറ്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നൈട്രേറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് അത് നല്ലൊരു വളമാണ്. പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാനും വളരാനും തുടങ്ങും. ഇപ്പോൾ ഇവർക്ക് ഗ്രോത്തിന് പ്രശ്നമൊന്നുമില്ല, മീനുകളില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ പറഞ്ഞു ഫിഷ് ഫുഡിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ കലക്കി ഒഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ചെടികൾ നന്നായി തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അസോളയ്ക്കാണ് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. സാൽവീനിയ നല്ല രീതിയിൽ ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അതിന് പ്രശ്നമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അസോളയ്ക്കായിരുന്നു നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അസോള നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ട് നമ്മൾ PVC ഫ്രെയിം ഇതിനകത്തേക്ക് ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ PVC ഫ്രെയിം കിടക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. ഒരെണ്ണത്തിൽ സാൽവീനിയയും ഒരെണ്ണത്തിൽ അസോളയാണ് നമ്മൾ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഡിവിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്വയർ പീസാക്കി ഉണ്ടാക്കി ഏതെങ്കിലും ഒരു വെറൈറ്റി ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഡിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാൽവീനിയ അസോളയാണ്. ഭാവിയിൽ നമുക്ക് ഇപ്പോൾ ഡക്ക് വീഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ നമുക്ക് ഡക്ക് വീഡ് ഇടാം. അതുപോലെ തന്നെ മറ്റേ സെക്ഷനിൽ സാൽവീനിക്ക് പകരം ഇനിയിപ്പോൾ വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ 2 വെറൈറ്റി നമുക്ക് ഒരു ടാങ്കിൽ തന്നെ നല്ല വൃത്തിക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് വളർത്താം. ഒരു സൈഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. അങ്ങനെ ഇടുമ്പോൾ മീനുകൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കാരണം ഒരു ഏരിയ മൊത്തം അവർക്കൊരു ഹൈഡിങ് സ്പോട്ട് പോലെയായിരിക്കും, തണലായിരിക്കും. ഒരു ഏരിയയിൽ അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ഒരു സ്പേസ്. ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന ഒരു സ്പേസ് തീർച്ചയായിട്ടും വേണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ടാങ്കിൽ ചെടികൾ കവർ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ബാക്ടീരിയ, ഫംഗൽ പാരസൈറ്റ്സ് ഒക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടാങ്കിൻ്റെ ഒരു 50% മാത്രം എപ്പോഴും പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കവർ ചെയ്ത് വയ്ക്കുക. ബാക്കി ഭാഗം തുറന്നിടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ 2 സെക്ഷനിലേക്കും ചെടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ കിടക്കുന്നത് സാൽവീനിയാണ്, രണ്ടാമത്തെ സെക്ഷനിൽ അസോളയാണ് കിടക്കുന്നത്. ഇതിൽ ഏത് ചെടിയാണ് നന്നായിട്ട് വളരുന്നതെന്നുള്ളത് നമ്മൾ മീനുകളെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മോണിറ്റർ ചെയ്യും. കുറച്ച് നാളൊന്ന് മോണിറ്റർ ചെയ്തിട്ട് സാൽവീനിയ നല്ല രീതിയിൽ തന്നെ വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളത് ഈ ചെടിയെ മുമ്പൊക്കെ വളർത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം. ഈ കാണുന്ന ആദ്യത്തെ സെക്ഷനിൽ കിടക്കുന്നതാണ് സാൽവീനിയ, അത് നല്ല രീതിയിൽ തന്നെ വളരും. അസോളയാണ് നമുക്ക് കുറച്ച് ഡൗട്ട് ഉള്ളത്. അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയാണ്, അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയില്ല, എങ്കിലും അസോളയാണ് ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ജൈൻറ്റ് ഗൗരാമികളുണ്ട്. ഈ അസോള ജൈൻറ്റ് ഗൗരാമികൾക്ക് നല്ലൊരു ഫുഡാണ്. അപ്പോൾ അസോള നല്ല രീതിയിൽ വളരുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു സാൽവീനിയ മാറ്റി
മൊത്തത്തിൽ 2 സെക്ഷനിൽ നമ്മൾ അസോള തന്നെ വളർത്തും. അത് നല്ല രീതിയിൽ വളരുന്നുണ്ട് എങ്കിൽ, കാരണം അത് ജൈൻറ്റ് ഗൗരാമികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സാൽവീനിയ എന്ന് പറഞ്ഞ ചെടിയും നമ്മൾ ജൈൻറ്റ് ഗൗരാമികൾ വളർത്തുന്ന കുളത്തിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം അവർ ഭക്ഷിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ജൈൻറ്റ് ഗൗരാമികൾക്ക് ഇതുവരെ ഈ ഒരു സാൽവീനിയ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ അടുത്ത് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് സാൽവീനിയ ഇട്ട് കൊടുത്തിട്ട് അവർ കഴിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ അസോളയും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അസോള വാങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഫീഡിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയപ്പോൾ നമ്മുടെ പ്ലാറ്റി ടാങ്കിലാണ് ഇട്ടത്. അതിൽ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി ഈ ഒരു ടാങ്കിലും കൂടി കൊണ്ടുവന്ന് ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ടാങ്കിൽ തന്നെ മെയിനായിട്ട് വളർത്താമെന്ന് വിചാരിച്ചത്. ഈ ഒരു ടാങ്കിന് അത്യാവശ്യം നീളവും വീതിയും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വോള്യത്തിൽ നമുക്ക് ഈ ഒരു ചെടി വളർത്താനായിട്ട് സാധിക്കും. മീനുകൾ ആഡ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളൊരു 3 ദിവസം കഴിയുമ്പോൾ ഇതിലേക്ക് മീനുകളെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏത് മീനുകളെയാണ് ഈ ടാങ്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ ചെറിയ പീസ് 8 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ 8 എണ്ണത്തിനെ ഈ ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് 2 ചെറിയ സൈസിനെ കൂടി വാങ്ങി 10 എണ്ണം എണ്ണം തികച്ച് ഇതിനകത്തേക്ക് ഇടുന്നതായിരിക്കും. കാരണം ചെറിയ സൈസ് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാകുമ്പോൾ അവർക്ക് അത്യാവശ്യം ഇതിനകത്ത് കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അവർക്ക് കൂടുതലും അതായത് വിട്ടും ലെങ്ത്തുമാണ് വേണ്ടത്. അതിന് ഡെപ്ത് ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല. കാരണം അവർ ഫ്ലാറ്റായിട്ട് നിലത്ത് കിടക്കുന്ന മീനുകളാണ്. അവർക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹൈഡിങ് സ്പോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ചെടികളില്ലാതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസ് ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. അതുപോലെ തന്നെ ഈ അസോളയൊക്കെ വലുതായി വന്നാൽ സക്കർ കാറ്റ് ഫിഷുകൾ അതൊക്കെ കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അവർ ആൽഗയൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ്. അസോളയും ചിലപ്പോൾ അവർ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ PVC ഫ്ലോട്ടർ ടാങ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. 2 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് സാൽവീനിയും അസോളയും ഡിവൈഡ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അതുപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയ PVC ഫ്രെയിം നമ്മൾ നെറ്റ് സെൻറ്ററിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നെറ്റ് സെൻറ്ററിൽ തട്ടുന്നൊന്നുമില്ല. നല്ല ഫ്ലാറ്റായിട്ട് തന്നെ നല്ല ടൈറ്റായിട്ട് നെറ്റ് നിൽക്കുന്നുണ്ട്. ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മീനുകളെ ആഡ് ചെയ്യും. നമുക്ക് ഇതിനകത്ത് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എയറേഷൻ സെറ്റ് ചെയ്ത് മീനുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ടാങ്കിൽ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മീനുകൾക്ക് ഫീഡ് ചെയ്യുക, വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് കൊടുക്കുക, അത്തരം കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് വരുന്ന വർക്കുകൾ. അങ്ങനെ നമ്മുടെ ടാങ്കിലേക്കുള്ള PVC ഫ്ലോട്ടേഴ്സിൻ്റെ വർക്കും അതുപോലെ തന്നെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.